ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ജോസേട്ടാ? ഓ തീരെ ഉറക്കം കിട്ടിയിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് വേണമെന്ന് ഉറങ്ങാൻ. ആ പിന്നെ നിനക്ക് ഓട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടാ? ആ അങ്ങനെ പോണ്. ആ ജോസേട്ടാ ലീവ് എത്ര നാളത്തേക്കുണ്ട്? ഓ ഞാനിനി പോകുന്നില്ല. അതെന്താ? കുറെ നാളായില്ലേ പുറത്ത്. ഇനി കുടുംബത്തോടൊപ്പം നാട്ടിൽ സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി ജോസേട്ടാ. ആ ജോസ് ചായ എന്തായാലും ഉച്ചായ പറയാതെ വന്നത് മോശമായി. അപ്പ ആ മോള് അതിശയായി. എന്തായാലും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പൊ ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. എന്താ നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു? ഒന്ന് കഴിക്കുന്നില്ല? ഇതാ നിനക്ക് വലിയൊരു സർപ്രൈസുമായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. എന്താ വല്ല ഡയമണ്ട് നെക്ലസും ആണോ? അതൊന്നുമല്ല. എന്നാ പിന്നെ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അള്ളിച്ചായ ആ സർപ്രൈസ് എന്താ? നീ അടുത്തിരിക്കേ. എല്ലാ വർഷവും ലീവിന് വരുമ്പോ നീ എന്നോടൊരു കാര്യം പറയാറില്ലേ? എന്താ ചായ? അത് ഞാനിനി തിരിച്ചു പോകുന്നില്ല. ഇനി ഇവിടെ അങ്ങ് കൂടാന്നേ. ഞാനിത് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കിവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാന്നേ. മോളെ നീതു, നീതു മോളെ. സന്തോഷായി. മോളെ നീതു, നീ ഒരു കാര്യം അറിഞ്ഞോ? അപ്പനിനി തിരിച്ചു പോകുന്നില്ലാന്ന്. ഇനി മുതൽ സ്കൂളിൽ കൊണ്ടാക്കുമല്ലോ. ജോസേട്ടാ വീടെത്തിയട്ടെ. എന്താ ചായ വിളിച്ചു പറയാതെ വന്നത്? ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ല മോളെന്തേ? അവളിതുവരെ എണീറ്റില്ലേ? അവള് രാവിലെ എണീറ്റ നേരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. മോളെ നീതു, ഒന്നിങ്ങ് വന്നേ. പൊന്നുമോള് വരുന്നുണ്ട്. അപ്പനെപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയുള്ളൂ മോളെ. അപ്പനൊന്ന് വിളിച്ചു പോലല്ലോ. മോൾക്ക് എന്തൊക്കെയാണ് അപ്പം കൊണ്ടുവന്നേക്കണെന്ന് പോയി നോക്കിക്കേ. പോ നീ ഇങ്ങോട്ട് വന്നേ. പറയാം. ഇത്തവണ നിനക്കൊരു സർപ്രൈസുമായിട്ട് ഞാൻ വന്നേക്കണത്. എന്താണെന്ന് പറയാമോ? മനസ്സിലായി. എറണാകുളത്ത് ഫ്ലാറ്റ് അല്ലേ? അതല്ല. ഓ, ടൂ വീലർ. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ശരി ചായ. നല്ല കാണുന്നുണ്ട്. എന്തായിരിക്കും സർപ്രൈസ്? മോളെ നീതു വന്നേടി. ഞാനിവിടെ പെട്ടി തുറക്കാമേ. നിങ്ങൾ കഴിച്ചു തുടങ്ങിയോ? ചായ കുടിക്കേ. ഇച്ചായം പറഞ്ഞ സർപ്രൈസ് എന്താ? ഞാൻ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നില്ല. അതെന്താ? ഇനിയുള്ള കാലം നിന്റെ മോളുടെ കൂടെ നാട്ടിൽ കൂടാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, അതാണ് എന്റെ പ്ലാൻ. ബിസിനസ് ഇവിടെ എല്ലാത്തിനും തീ പിടിച്ച വിലയാ. നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ കാര്യം ബിസിനസ് ഒന്നും ശരിയാവില്ല. മോൾ ഇത് കേൾക്കുന്നില്ലേ? അപ്പൻ ഇനി പോവാതിരുന്ന എന്റെ പഠിത്തം. ഹലോ ഹലോ, എടാ സന്തോഷം, ഞാനാടാ ജോസ്. ഞാൻ ഇന്നലെ വന്നടാ. നീ എവിടെയാ? ഞാൻ കുറച്ച് ബിസിയാണ് അളിയാ. ഓ, എങ്കിൽ പിന്നെ നമുക്ക് ആ പഴയ കമ്പനി കൂടുന്ന സ്ഥലത്ത് കാണണം. ഓക്കെ ഓക്കേടാ. ഓക്കെ.
ജോസേ ആ സന്തോഷേ, ഇപ്പൊ എത്തിയടാ. എന്തുണ്ടേ വിശേഷം? ഇത്തവണ ഒരു വിശേഷം ഉണ്ടാ. എന്ത് വിശേഷം? ആ, ഞാൻ ഇന്ന് തിരിച്ചു പോണില്ല. ഏ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനാണ് പ്ലാൻ. എന്ത് ബിസിനസ്? നിന്റെ കൂടെ അങ്ങനെ കൂടിയാലോ? എന്റെ അളിയ, ഇന്നത്തെ കാലത്ത് ബിസിനസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. പിന്നെ എന്റെ ഈ ഷോ അത് ആൾക്കാരെ കാണിക്കാൻ അളിയ. സത്യം പറഞ്ഞ ഞാൻ തന്നെ പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിലാ. ഓ. സാർ, ഒരു കോൾ ഉണ്ട്. ഓ, ഒരു മിനിറ്റ്. ഹലോ. ആ 3 ഏക്കറിന്റെ അഡ്വാൻസ് ഞാൻ നാളെ ഡ്രൈവറെ അടുത്ത് കൊടുത്തു വിടാം. ഓക്കെ എന്നാ അളിയ, കുറച്ച് തിരക്കണ്ടട്ടാ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, വന്നു പോവാം. ആ ഹലോ. കമിൻസ്. ആ ജോസോ, കേറി പാടോ, ഇരിക്കടോ. താങ്ക് യു സർ. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ജോസേ? ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു സർ. എന്തുപറ്റി? കുറെ വർഷമായില്ലേ സാറേ, ഇനി നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാം. അല്ല ജോസേ, ഞാനിനി സർവീസിൽ കുറച്ചു നാളുള്ളൂ. ഞാൻ പോയാൽ എന്റെ പോസ്റ്റ് തനിക്കാണ്. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തുകൂടെ? ഇല്ല സർ, ഞാനിത് ആലോചിച്ച് തീരുമാനിച്ചതാണ്. ജീവിതത്തിന്റെ മറ്റൊരു മേച്ചിൽപ്പുറം തേടി ജോസ് യാത്രയാവുകയാണ്. ആ ഷാജി, ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് നിർത്തി. എന്ത് ചേട്ടാ? ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്റെ പുണ്യാള, യാത്രയിൽ അവസാനം വരെ